Praise the Lord. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I greet you all in the name of Lord Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. I thank you for this precious and valuable time God given us. ഈ സായംസന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. Hallelujah. ദൈവത്തിന് We are very happy to be with you. ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Because we are going to share the word of God with you. കാരണം സകല ജനതയ്ക്കും സമാധാനം കൊടുക്കുന്ന സന്ദേശമാകുന്ന സുവിശേഷത്തെ പ്രസ്താവിക്കുക എന്നുള്ളതുകൊണ്ട് God loves the people of this locality. ഈ ലോകത്തിൽ നിങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. God loves the people at Eliyarakal. ഇലയിറക്കിലുള്ള എല്ലാ പ്രിയപ്പെട്ട മാന്യ സഹോദരങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. So God sent us to here. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ അയച്ചത്. Let His name be glorified. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Hallelujah. ദൈവത്തിന് സ്തോത്രം. The great God and greatly to be praised. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Hallelujah. ദൈവത്തിന് സ്തോത്രം. Now we are going to share the word of God. തിരുവചനത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ സുവിശേഷത്തിൽ നിന്നും കൂടി ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. We are going to speak about the gospel of Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയാണ് ഞങ്ങളിവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. Gospel is not our own but belong to God. ഈ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമല്ല, ഇത് സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം ഒരുക്കിയ കർമ്മ പദ്ധതിയാണ്. When every people committed sin, there is no other way to escape. ഈ ലോകത്തിൽ സകല മനുഷ്യരും പാപം ചെയ്ത് തിന്മയ്ക്ക് അധീനരായി തീർന്നപ്പോൾ രക്ഷിക്കുവാൻ മറ്റ് മാർഗമില്ലാതിരുന്നപ്പോൾ പിതാവായ ദൈവം ഒരുക്കിയ മാർഗമാണ് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. Hallelujah. ദൈവത്തിന് സ്തോത്രം. He will die who commits sin. അതെ, ഈ പാപം ചെയ്യുന്നവൻ മരിക്കും എന്ന് വചനം പറയുന്നു. The wages of the sin is death. അതെ, ഇത് ഈ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. God will, Jesus will come, the second coming of Jesus coming soon. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് വചനം പറയുന്നു. And He will judge every people who are here. അവൻ ലോകത്തിലുള്ള സകല മനുഷ്യരെ വിധിക്കാൻ വരുന്നു എന്നാണ് വചനം പറയുന്നത്. Now he is like an advocate. അതെ, അവൻ ഒരു വക്കീലിനെ പോലെയാണ് ഇപ്പോൾ He പ്രവർത്തിക്കുന്നത്. is a good mediator between God and the human race. മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥനായി അവൻ നിലകൊള്ളുകയാണ്. Why do you know why did Jesus come into the world? യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ പ്രവേശിച്ചത്? Hallelujah. സ്തോത്രം. Why the begotten Son has sent by Heavenly Father ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ എന്തിനാണ് പിതാവ് ലോകത്തിലേക്ക് അയച്ചത്? to save every people in every part of the world. ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. Hallelujah. ദൈവത്തിന് സ്തോത്രം. Jesus Christ came into the world to crucify. അതെ, അവൻ ക്രൂശിക്കപ്പെടുവാനായി തന്നെ ഈ ലോകത്തിൽ അവതാരമെടുത്തു. Through the crucifixion of Jesus Christ, we have victory and we can lead a victorious life. യേശുക്രിസ്തുവിലൂടെ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. Jesus Christ is the light of the world. ഈ ലോകത്തിന്റെ പ്രകാശമാണ് കർത്താവ്. He is the Christ of way, truth and life. അവൻ വഴിയും സത്യവും ജീവനും എന്ന് വചനം He is a പറയുന്നു. good shepherd. അവൻ നല്ല ഇടയനാണ്. Praise the Lord. He is a good shepherd. അവൻ നല്ല ഇടയനാണ്. He is a life and resurrection. അവൻ പുനരുത്ഥാനവും ജീവനുമാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് He is സ്തോത്രം. Almighty God. അവൻ സർവശക്തനായ ദൈവമാണ്. This is 722. BC 722 The prophet Isaiah prophesied about Jesus, the birth of Jesus Christ. പ്രവാചകൻ യെശയ്യാവ് ഇങ്ങനെ പ്രവചിച്ചു. Hallelujah. ദൈവത്തിന് A baby was born. ഒരു മകൻ A ജനിക്കപ്പെട്ടിരിക്കുന്നു. baby was given. ഒരു ശിശു നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു. And he is a wonderful minister. അവൻ അത്ഭുത മന്ത്രി. He is the Almighty God. അവൻ സർവശക്തനായ ദൈവം. Eternal Father. അവൻ നിത്യപിതാവ്. Prince of Peace. അവൻ സമാധാനത്തിന്റെ പ്രഭു. And when child came, Jesus came into the world. അങ്ങനെ യേശുക്രിസ്തു ആ പ്രവചനത്തിന്റെ അനുസരണത്തിൽ ലോകത്തിൽ പ്രവേശിച്ചു. Jesus Christ will save you completely. ഈ സകല മനുഷ്യവർഗത്തിന്റെയും അത് രക്ഷയ്ക്കായി താൻ ഈ ലോകത്തിൽ അവതാരമെടുത്തു. No other way to escape from the sin. പാപത്തിൽ നിന്നും മറ്റ് രക്ഷപ്പെടാനുള്ള മാർഗം ലോകത്തിന് ലഭിക്കാതിരുന്നപ്പോൾ Jesus has done everything for a sinful life, leading people who are leading a sinful life. അവൻ ചെയ്ത നശിവായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ താൻ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും ഈ ലോകത്തിൽ വന്ന് ജന്മാവതാരമെടുത്ത് നിർവഹിക്കുകയും ചെയ്തു. He
if anybody wish to put a light in his bedroom, ഒരു റൂമിൽ നമ്മളൊരു ലൈറ്റ് സ്ഥാപിക്കാൻ ആഗ്രഹിച്ചാൽ it must be placed in the midpoint of the bedroom. ആ റൂമിന്റെ മധ്യസ്ഥാനത്തായിരിക്കും നമ്മൾ അത് ക്രമീകരിക്കുക. Otherwise, it cannot shine everywhere. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എല്ലായിടവും അതിന്റെ പ്രകാശം എത്തുകയില്ല. Similarly, അതുപോലെ Jesus Christ is the light of the world. യേശുക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായി Jesus നിലകൊള്ളുകയാണ്. Christ is light. യേശുക്രിസ്തു തന്നെ പ്രകാശം. In him there is no darkness. അവനിൽ ഒട്ടും ഇരുളില്ല. So he came in the midpoint of the earth. അതുകൊണ്ടാണ് യേശുക്രിസ്തു ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് വന്ന അവതാരമെടുത്തത്. Among the three continents, Asia, Europe, and Africa. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്ന് പറയുന്ന 3 ഭൂഖണ്ഡങ്ങൾക്ക് നടുവിലാണ് ക്രിസ്തു. That is Jerusalem. യെരുശലേമാണ്. At Bethlehem in Jerusalem. ബേത്ലഹേം എന്ന സ്ഥലത്താണ് ക്രിസ്തു. Jerusalem is the central point of the world. ഈ ലോകത്തിന്റെ മധ്യസ്ഥാനമായി യെരുശലേം നിലകൊള്ളുകയാണ്. Declaring the salvation to every people who are living in the world. Jesus Christ crucified in the midpoint of the earth. ഈ ലോകത്തിന്റെ മധ്യസ്ഥാനം തിരഞ്ഞെടുത്തുകൊണ്ട് സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ പദ്ധതി അവിടെ ഒരുക്കിയിരിക്കുകയാണ്. Jesus Christ, your own God. അത് സകല മനുഷ്യരുടെയും ദൈവമാണ് ക്രിസ്തു. Your Savior. നിങ്ങളുടെ രക്ഷകനാണ്. Not only for Christian people. ക്രിസ്ത്യാനികൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു ദൈവമല്ല കർത്താവ്. Yeah, for every people. Jesus Christ crucified. സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു അതേ ക്രൂശിക്കപ്പെട്ടത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് So Jesus Christ came into the midpoint of the earth. അതുകൊണ്ടാണ് ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് കർത്താവ് പിറവിയെടുക്കാനിടയായി. Hallelujah. ദൈവത്തിന് Praise the Lord. ഹല്ലേലൂയ. And Jesus Christ is able God to save from every problem. യേശുക്രിസ്തു നമ്മുടെ സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. Jesus Christ is able God to save from every problem. What you are suffering. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ അവന് കഴിയും. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Jesus Christ call you യേശുക്രിസ്തു നിങ്ങളെ വിളിക്കുന്നുണ്ട്. to come to here. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരിക. They hear the word of God. വചനം കേൾക്കുക. If you prepare, dedicate your life. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുങ്ങുകയും Hear the ചെയ്യുക. word of God. Dedicate your life. അതെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെ മുമ്പിൽ ഒരുക്കി കൊടുക്കുക. Jesus Christ will come and touch you, heal you, and touch and heal you. നമ്മുടെ സൗഖ്യത്തെ നൽകുവാൻ അവന് പ്രാപ്തിയുണ്ട്. This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. This is the day of salvation in your life. ഇത് നിങ്ങൾക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്ന ഒരു If ദിവസമാണ്. you dedicate your life today, അതെ, ഇന്ന് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ from today you will get salvation in ഇന്ന് your life. നിങ്ങൾക്ക് രക്ഷ ലഭിക്കുവാനിടയായിട്ട്. Jesus Christ is the mediator. യേശുക്രിസ്തു മധ്യസ്ഥനായി നിലകൊള്ളുകയാണ്. He is like an advocate അവൻ നല്ലൊരു വക്കീലായി between the human race and Heavenly Father. മനുഷ്യവർഗത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus was declaring the salvation on the cross. അതെ, നമുക്ക് വേണ്ടി രക്ഷാകരമായ ഒരു പദ്ധതി ഒരുക്കിയത് ക്രൂശിലാണ്. Last drop of blood Jesus Christ poured out for the human race. യേശുക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് ഒഴുകി തന്നുകൊണ്ടാണ് ഈ രക്ഷ ഒരുക്കിയത്. But no purification. You have no purification. You cannot see Jesus life. എന്നാൽ നമുക്ക് വിശുദ്ധീകരണമില്ലെങ്കിൽ ദൈവത്തെ കാണാൻ സാധ്യമല്ലെന്ന് വചനം പറയുന്നു. കർത്താവിന്റെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah, hallelujah. Praise the Lord. Let His name be glorified. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. The presence of Jesus Christ is here now. യേശുക്രിസ്തുവിന്റെ മഹനീയ സാന്നിധ്യം ഇവിടെയുണ്ട്. You hear the word of God. God will touch and heal you today. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ സ്പർശിക്കുകയും പിടിപ്പിക്കുകയും From ചെയ്യും. every problems, He will save you. അത് നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ പ്രശ്നങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ സ്വാതന്ത്ര്യം. Savior of the world. ഈ ലോകത്തിന്റെ രക്ഷകനാണ് He's യേശു. the light of the world. ഈ ലോകത്തിന്റെ പ്രകാശമാണ് He's യേശു. the way, truth, and life. അവൻ വഴിയും സത്യം ജീവനുമാണ്. Life and resurrection. അവൻ പുനരുത്ഥാനം ജീവനുമാണ്. Praise the Lord. He's the life and resurrection. അത് അവൻ സകലത്തിന്റെ He's the ദൈവമാണ്. Lord from earth to heaven. അവൻ ലോകത്തിൽ അതേ ഒരു ഭൂമിണി പോലെ പ്രവർത്തിക്കുന്നു. He's a good mediator standing in between Heavenly Father and human race. സ്വർഗസ്ഥനായ പിതാവും സകല മനുഷ്യവർഗത്തിനും നല്ലൊരു മധ്യസ്ഥനായി അവൻ നിലകൊള്ളുകയാണ്. And He's the blood of Jesus Christ. Wash your sin from our body. അത് യേശുക്രിസ്തു നിങ്ങളുടെ സകലവിധ പാപങ്ങളുടെ കറകൾ നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. Jesus Christ will blot out your sin from our body. അത് നിങ്ങളുടെ സകല തിന്മകളെയും പാപങ്ങളെയും അകറ്റി നിങ്ങളെ And ശുദ്ധീകരിക്കുന്നു. God will wish to set you free. അത് കർത്താവ് നിങ്ങളെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകും. Hallelujah.
ക്രിസ്തലോ God will give gladness in your life. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിതം നൽകി തരും. You will regard and rejoice in the presence of God. നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കും, അതേ സമാധാനം കണ്ടെത്തുകയും ചെയ്യും. Hallelujah. He is the Prince of Peace. ഈ ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രഭുവാണ് ക്രിസ്തു. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Maybe you are suffering many problems. ഒരുപക്ഷേ നിങ്ങൾ വളരെയധികം സങ്കീർണമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. Maybe your problem is sickness. ഒരുപക്ഷെ രോഗമായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. Maybe your problem is family problem. ഒരുപക്ഷെ കുടുംബത്തിനകത്ത് നിങ്ങൾ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. Maybe your problem is satanic problem. ഒരുപക്ഷെ പൈശാചിക ബാധയിൽ നിങ്ങൾ കുടുങ്ങി കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കാം. Maybe your problem is shortage of money, financial problem. ഒരുപക്ഷെ സാമ്പത്തികമായി തകർന്ന് നുറുക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ. And maybe your problem is disappointment, depression in your life. ഒരുപക്ഷെ മാനസിക തകർച്ച മൂലം നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. You cannot go forward very well. നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകുവാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുപോലെ വഴിയുണ്ട്. Go upon your Savior Jesus Christ നിങ്ങൾ ഇന്ന് ദൈവപിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. and prepare heart before God. അത് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുവാൻ ദൈവം പറയുകയാണ്. But without purification, nobody can see Jesus Christ. ഇത് പകൽക്കാലം നിങ്ങൾക്കൊരു വിശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുക സാധ്യമല്ല. Because how will get purification? എങ്ങനെയാണ് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു Number തരുന്നത്? one, but two ways we will get purification. രണ്ട് വിധ മാർഗങ്ങളാണ് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. Hear the word of God and then you will get purification. ഒന്നാമത്തെ കാര്യം ദൈവവചനം ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. And second one is that, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് by the blood of Jesus Christ you will get purification. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. And seven basic things we must do to enter the kingdom of heaven. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിവിധ പടികളെ കുറിച്ച് ദൈവവചനം പറയുന്നു. And first one is, ഒന്നാമത്തെ പടി എന്ന് hear പറയുന്നത് the word of God. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുക. Hear the word of God. നിങ്ങളുടെ ചെവി ചായ്ച്ച് ദൈവവചനത്തെ കേൾക്കുക. Obey your God. നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനുള്ള ഭാവത്തോടുകൂടി This ഇരിക്കുക. is the word of God in your life. ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുക. And you repent. നിങ്ങൾ വാസ്തവമായി പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് വരിക. After repentation, you take baptism water. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഒരു വ്യക്തിയായിരിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവജനം പറയുന്ന ഒരു വിശ്വാസ സ്നാനത്തെ നിങ്ങൾ കൈക്കൊള്ളണം. You take a fully baptism in water. നിങ്ങൾ പൂർണ്ണമായി നിമജ്ജനം ചെയ്ത ഒരു സ്നാനം സ്വീകരിക്കും. Amen. ഹല്ലേലൂയ. Then you can receive the word of God daily. അങ്ങനെ ദൈവജനം കേട്ടും ധ്യാനിച്ചും അതിനനുസരിച്ചും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. Unless you will do commitment sin. അതെ, നിങ്ങൾ അങ്ങനെ നിരന്തരം പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതം സാധ്യമായി. You will go the way of sin. ഈ പാപജീവിതത്തിന്റെ ബന്ധനത്തിലും അതിന്റെ അന്ധകാരത്തിലും അകപ്പെട്ട് നിങ്ങൾ നശിച്ചു പോകുന്ന വ്യക്തിയായി തീരും. So we must hear the word of God daily. എന്നാൽ ഈ ദൈവവചനം നിങ്ങൾ കേട്ട് അനുസരിച്ച് അതിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീരും. Let the sin go away from your life. പാപരഹിതമായ ഒരു വിശുദ്ധ ശരീരവും മനസ്സ് നിങ്ങൾക്ക് ലഭിച്ച് വീണ്ടും ജനനം എന്ന പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നെത്തി ഒരു പുതിയ സൃഷ്ടിയായി തീരും. After that you receive the power of God, wait for the Holy Spirit. നിങ്ങൾ ദൈവവചനത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എന്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം പ്രാപിക്കണം. The true consequence of washing in spirit and truth. അത് ആത്മാവിലും സത്യത്തിലും അത് നമസ്കാരികളായി തീരണം. When the Holy Spirit come upon you, you will say other thanks. അത് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടിൽ 120 ഒരു സംഘം കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിനാവുകൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ മേൽ അത് പതിഞ്ഞു. അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. You will say other thanks. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. By the greatness of God. വലിയ മഹത്തായ കാര്യങ്ങൾ പ്രവചിക്കുവാനിടയായി തീർന്നു. Hallelujah. Praise the Lord. Jesus is going to come. അത് യേശുക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു. Jesus is going to come. അവൻ ഈ ലോകത്തിന്റെ രാജാവായി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു. There is no more time. ഇനി അധിക കാലങ്ങളില്ല. The world is going to get ready. അതാ ഇത് ഈ ലോകത്തിന്റെ ലക്ഷണങ്ങൾ അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. Repent,
before Jesus Christ. മേഘാരുടനായി വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ നാം വേഗത്തിൽ ഒരുങ്ങിക്കൊള്ളുക. You receive the word of God. ദൈവജനത്തെ അനുസരിക്കുക, അംഗീകരിക്കുക. Hallelujah. ദൈവത്തിന് സ്തോത്രം. And repent and take നിങ്ങൾ baptism. യഥാർത്ഥമായി കണ്ണുനീരോടും വിലാപത്തോടും ഏറ്റുപറച്ചിലോടും പശ്ചാത്താപത്തോടും കൂടി നിങ്ങൾ ഒരു നല്ല മാനസാന്തരിയായി തീരുക. After I receive the Holy Spirit, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് and you worship in spirit and truth. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് After you hear the word of God daily, ദൈവജനം കേട്ട് അനുസരിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ തന്നെ മുഴുകി ജീവിക്കുക. read the word of God. ആ ദൈവവചനത്തെ നിങ്ങൾ മെഡിറ്റേറ്റ് Read the ചെയ്യുക. word of God. ദൈവവചനം സംസാരിക്കുക. Think about the word of God. നിങ്ങൾ വചനത്തെ കുറിച്ച് ചിന്തിക്കുക. Hallelujah. ഹല്ലേലൂയ. And keep the word of God in your heart. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി തീരണം. And bring it, and you go in the fellowship. നിങ്ങൾ നിരന്തരം ആത്മീയ കൂട്ടായ്മയിൽ കൂടെ നിങ്ങളെ തന്നെ ഉണർത്തി ശക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്സാഹം And കാണും. finally bring him bread. അതിനുശേഷം കർത്താവ് പറഞ്ഞു, അത് രക്തമാകുന്നു, ഇതെന്റെ മാംസമാകുന്നു, ഇത് എന്റെ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു തന്ന കർത്താവിന്റെ അപ്പനുറുക്കൽ ആ ശുശ്രൂഷ അനുസരിച്ച് മുന്നോട്ട് പോകണം. And don't let the prayer. അത് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിക്കണം. Pray continually. അത് നിരന്തരം ഒരിക്കലും തടസ്സം കൂടാതെ നിർത്തലില്ലാത്ത ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചേരാൻ കഴിയൂ. 7 things are. ഈ വിധ 7 things are the basic 7 things to enter the kingdom of heaven. അതാണ് അടിസ്ഥാനപരമായ 7 യോഗ്യതകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിലേക്ക് നിത്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പടികൾ എന്ന് പറയുന്നത്. If you wish to follow Jesus Christ, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ deny yourself and take us daily. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങളുടെ ക്രൂശും എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. Without holiness, nobody can see Jesus അത് Christ. വിശുദ്ധ ജീവിതം നയിക്കാതൊരിക്കലും കർത്താവിനെ കാണുക സാധ്യമല്ല. This is your day. ഇന്ന് നിങ്ങൾക്ക് രക്ഷാമാർഗം ഒരുക്കി This തന്ന is the കർത്താവ്. day of your salvation. ഇന്ന് നിങ്ങൾക്ക് രക്ഷയുടെ ദിവസമായി കർത്താവ് കാണുകയാണ്. Hallelujah. ഹല്ലേലൂയ. This is the came and crucified for you to give you salvation. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തു താണിറങ്ങി വന്ന് ക്രൂശ് മരണം ഭരിച്ചത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പാവനമായ രക്തം ഊറ്റിത്തന്നത് നമുക്ക് മറക്കുവാൻ കഴിയുമോ? No money how to pay for the salvation. നമ്മുടെ ഈ രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊന്നും കൊടുക്കുവാനില്ല. നമുക്ക് വേണ്ടി കൊടുക്കുവാനുള്ളതെല്ലാം കാൽവരിയിൽ കർത്താവ് കൊടുത്തു കഴിഞ്ഞു. No need to pay any money. നമ്മൾ ഒന്നും അതിന് പ്രത്യുപകാരമായി ചെയ്യേണ്ടതായിട്ടില്ല. That is the salvation gift of God. ഈ ലോകത്ത് നമുക്ക് സൗജന്യമായിട്ട് രക്ഷ ഒരുക്കി തന്ന കർത്താവാണ് പറയുന്നത്, മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. If you die in a sinful life, അത് നിങ്ങൾ ഈ പാപജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറാകുക. if you die in sinful life, ഇങ്ങനെ ഈ പാപജീവിതത്തിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ you will enter in the Sheol. അത് നിങ്ങൾ നിത്യാനാശത്തിനും നരകത്തിനും അവകാശികളായി തീരുമെന്ന് വചനം പറയുന്നു. And the depths of Sheol. അത് ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ആ ശക്തിയിലേക്ക് നിങ്ങൾ പോയി പതിക്കും. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. The important promise of Jesus Christ is eternal life. അത് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അംഗീകരിക്കുന്നവന് നിത്യസ്വർഗ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീരുന്നു. Secondly, Jesus Christ is going to come. ഇതാ ഞാൻ മേഘാരുടനായി വേഗം വരുന്നു. ഓരോരുത്തരുടെ തക്ക പ്രതിഫലവും പ്രതികാരം ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവചനം പറയുന്നു. Your trumpet of the voice you will hear. മധ്യാകാശത്തിൽ ദൈവത്തിന്റെ കാഹള ശബ്ദം ധരിക്കാൻ സമയമായി എന്ന് വചനം പറയുന്നു. At the time of Jesus Christ, the voice of the trumpet you will hear. അത് ദൂതന്മാരുടെ മഹാകാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് സ്വർഗരാജ്യത്തിൽ നിന്ന് മധ്യാകാശത്തിലൂടെ ഇറങ്ങി വരുമെന്ന് വചനം പറയുന്നു. And suddenly your body will change. അത് ആ സമയത്ത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന വചനം പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് സ്തോത്രം. With this flesh body, nobody can enter the kingdom of heaven. നോക്കൂ, ഈ മർത്യമായത് അമർത്യത കൈവരിക്കാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. God is used to bring into heaven. അത് നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കർത്താവിന്റെ താല്പര്യം. Hallelujah. ഹല്ലേലൂയ. Kingdom of God and kingdom of heaven both are different.
നമുക്കറിയാം സ്വർഗരാജ്യവും ദൈവരാജ്യവും അല്പം വ്യത്യാസമുള്ള ഒന്നാണ്. Not same. അതെല്ലാം ഒരുപോലെയല്ല. When we worship in spirit and truth, ആത്മാവിലും സത്യത്തിലും നാം ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ kingdom of God is here. ദൈവരാജ്യത്തിന്റെ ഭാഗികമായ ഒരു അനുഭവം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. But the kingdom of heaven has not yet come. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്നതേ We ഉള്ളൂ. are approaching the kingdom of heaven. അത് നമ്മൾ ആ സ്വർഗരാജ്യത്തെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The kingdom of God will join in the kingdom of heaven. എന്നാൽ ഈ ഭൂമിയിലുള്ള സഭയാകുന്ന ദൈവരാജ്യവും എന്നാൽ സ്വർഗരാജ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവദൂതന്മാരുമുള്ള രാജ്യവും തമ്മിൽ സംഗമിക്കുന്ന ഒരു സമയമുണ്ട്. And in the life, your life will change if you meet Jesus Christ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സമയത്തിനായി നാം കാത്തിരിക്കുന്നുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ പുതുക്കി രൂപാന്തരം പ്രാപിക്കണമെന്ന്. If you leading a faithful life in your life, നിങ്ങൾ വിശ്വസ്തതയുള്ള വിശ്വാസമുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് കർത്താവ് മധ്യാകാശത്തിൽ വന്ന് ഇവിടെ കയറി വരികയും എന്നുള്ള ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നത്. if maybe you are leading a painful life, നിങ്ങൾ വേദനാജനകമായ കഷ്ടത സമ്പൂർണമായ വളരെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. you have many depression, disappointment in your നിങ്ങൾ life. തകർച്ചയിലൂടെയും വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. You are through the darkness, going നിങ്ങൾ through അന്ധകാര ശക്തി നിങ്ങളെ പിടിമുറുക്കിയിട്ടുണ്ടാകാം. the devil, power of demon. ഒരുപക്ഷെ പൈശാചിക ബാധയാൽ നിങ്ങൾ കുടുങ്ങി കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. Going through the darkness or satanic power. എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടെന്ന സന്ദേശമാണ് വചനം God പറയുന്നത്. is able to untie your mountain of Satan. ഈ സകല പ്രവൃത്തിദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് ഒരു പുതുജീവനും പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ യേശുവിന്റെ പരിപാവന രക്തത്തിന്റെ ശക്തിയുണ്ട്. Jesus love and call you. അവന്റെ സ്നേഹത്തോട് അവൻ നിങ്ങളെ വിളിക്കുകയാണ്. And Jesus love the people of this locality. ഈ ദേശത്തുള്ള സകല ജനത്തെയും നോക്കി അരുമയോട് വിളിക്കുകയാണ്, മകനെ മകളെ വരിക. So our God send us to Ediarakal. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ അവസരം. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. God is going to, if you wish and you have faith in God, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ your sickness is going to will go from your body. നിങ്ങളുടെ രോഗങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളെ അലട്ടുന്ന ഏതുവിധ പ്രതിസന്ധികളും അതിൽ നിന്ന് ജീവിക്കും. God will set you free today. ദൈവം നിങ്ങളെ ഇന്ന് സ്വതന്ത്രമാക്കും. God is going to set you free. ഇന്ന് അവൻ നിങ്ങളെ സ്വതന്ത്രമാക്കും. And untie your body. എല്ലാവിധമായ ബന്ധനങ്ങളെ അവൻ അഴിച്ചു കളയും. And God will solve every problem. നിങ്ങളുടെ പ്രശ്നസംഗതമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. Hallelujah. ദൈവത്തിന് The സ്തോത്രം. presence of Jesus Christ is here now. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Because of lack of time, we are going to conclude the message. സമയം വളരെ ദീർഘിച്ചു പോയതുകൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ ചുരുക്കുകയാണ്. Hallelujah. Gospel is not our own. ഈ സുവിശേഷം ഞങ്ങളിൽ നിർമ്മിതമാണ്. This belongs to God. Belong to God. ദൈവമാണ് ഇതിന്റെ അധികാരി. Jesus Christ is one to save you. യേശു ക്രിസ്തു നിങ്ങളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. If anybody else sickness come forward, we'll pray for you. ആരെങ്കിലും ഈ കർത്താവിന്റെ രക്ഷകനായി അംഗീകരിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവർ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Today you receive your salvation ഇന്ന് ഈ രക്ഷയെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? and receive Jesus Christ as Savior. യേശു ക്രിസ്തുവിന്റെ രക്ഷകനും നാഥനുമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറയുകയും അവന്റെ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? Jesus is coming soon. അവൻ വേഗം വരുന്നുകൊണ്ട് രാജാതിരാജാവായി വാഴുന്നുകൊണ്ട് നമ്മളെ ചേർക്കാൻ വരുന്നുകൊണ്ട് ഒരുങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to receive Jesus? യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടോ? Dedicate your life completely. അങ്ങനെ നിങ്ങൾക്ക് പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ Hallelujah. And call upon Jesus Christ. പ്രൈസൽ ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. And where you go, അങ്ങനെ നിങ്ങൾ തയ്യാറാകുമോ? and God will save you. ആ ദൈവം നിങ്ങളെ രക്ഷിക്കും. Hallelujah. Thank you.